ഈ മധുരത്തിനുമുണ്ട് ഒരു കഥ പറയാൻ. ബാല്യകാല ഓർമ്മകളിൽ പലതും വിവിധ വർണ്ണക്കടലാസുകളിൽ ഒളിഞ്ഞിരിക്കുന്ന മിഠായികളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഈ ചോക്ലേറ്റുകളും എന്നെ അങ്ങനെ ഒരു സ്മൃതിപഥത്തിൽ എത്തിച്ചു. സ്കൂൾ കാലഘട്ട സമയത്ത് വെള്ളിയാഴ്ചകളിൽ 1.5 മണിക്കൂറോളം ഉച്ചഭക്ഷണത്തിന് സമയമുണ്ട്. ഭക്ഷണം കഴിഞ്ഞാൽ ചില കുട്ടി സംഘങ്ങൾ നേരെ മൈതാനത്തേക്ക് വെച്ചുപിടിക്കും, മറ്റു ചിലർ പള്ളിയിലേക്കും. ഞാനടങ്ങുന്ന ആ 4 സംഘം മിക്കവാറും പോകുന്നത് സ്കൂളിന് താഴെയുള്ള ഒരു കൊച്ചു പെട്ടിക്കടയിലേക്കാണ്. സ്റ്റാഫ് റൂമും കിണറും ഗേറ്റും നിരവധി പടവുകളും സ്കൂൾ മൈതാനവും പോരാത്തതിന് ഉച്ചസൂര്യന്റെ കഠിന ചൂടും താണ്ടി വേണം ആ ലക്ഷ്യസ്ഥാനത്തെത്താൻ. അവിടെ എത്തിയാലോ കുപ്പിഭരണികളിൽ നിറച്ചു വെച്ചിരിക്കുന്ന പല നിറത്തിലുള്ള മിഠായികളിൽ ഏത് വാങ്ങണമെന്ന സംശയവും. 50 പൈസയ്ക്ക് 2 എന്ന കണക്കിൽ ഓരോരുത്തരും മിഠായികൾ സ്വന്തമാക്കി അങ്ങോട്ടും ഇങ്ങോട്ടും വീതിച്ചെടുക്കും. നാരങ്ങ മിഠായി, പൈസ മിഠായി, തേൻ മിഠായി, പോപ്പിൻസ്, ഇവ കൂടാതെ നാരങ്ങ അച്ചാറിന്റെ ചെറിയ പാക്കറ്റുകളും ആ 4 സംഘം സ്വന്തമാക്കിയിട്ടുണ്ടാവും. ശേഷം സ്കൂളിലേക്കുള്ള പ്രതിഗമനത്തിൽ കളിച്ചും ചിരിച്ചും കൊച്ചു വർത്തമാനങ്ങൾ പറഞ്ഞും മിഠായിയുടെ മധുരം നുണയും. പലപ്പോഴും ഈ കാലഘട്ടത്തിന്റെ ചോക്ലേറ്റുകൾ രസമുകുളങ്ങളിൽ അലിയുമ്പോൾ അതീവ മധുരാർദ്ധമായ ആ ഓർമ്മകളുടെ ഉദ്ദീപനം ലഭിക്കാറുണ്ട് എന്നതാണ് സത്യം.